എനിക്ക് ഇത്രയും നാൾ സൗണ്ട് ബാർ എങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല, കേൾക്കാത്തതുകൊണ്ടും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹോം തിയേറ്റർ തന്നെ മേടിച്ചത്. കാരണം അതേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പം തോന്നുന്നു വലിയ മണ്ടത്തരമായിപ്പോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഹോം തിയേറ്ററൊക്കെ എടുത്ത് എനിക്ക് കാട്ടി കളയാൻ തോന്നുന്നുണ്ട്. ഹലോ ഗൈസ്, k4tech പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ബോട്ടിൻ്റെ ഒരു സൗണ്ട് ബാറിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമ്മളിത് നേരത്തെ മേടിച്ച് ജസ്റ്റ് ഒന്ന് എല്ലാം അൺബോക്സിങ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് അൺബോക്സിങ് ഇടാനൊക്കത്തില്ല, അതുകൊണ്ട് നമ്മുടെ ജസ്റ്റ് റിവ്യൂ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഏകദേശം കടകളിലൊക്കെ ഒരു 8,500 കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിലും അല്ലാതെ ഓൺലൈൻ സൈറ്റുകളിലും ഇത് ഏകദേശം 5,500 തൊട്ട് ആ ഒരു റേഞ്ചിലാണ് ഇത് കിട്ടുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സബ് വരുന്നുണ്ട്. പിന്നെ ഇതിന് ബാക്കിലായിട്ട് ആ സബ് കുത്താനായിട്ട് ഒരു പോർട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മുടെ റൗണ്ട് ഒരു പോർട്ട്, ഈ പഴയൊക്കെ ഈ 12 വോൾട്ട് ചാർജിങ്ങിൻ്റെ ഒക്കെ പോർട്ടില്ല, അതുകൂട്ടത്തെ ഒരു പോർട്ട്. പിന്നെ അധികം ഒന്നും ഇത് വരുന്നില്ല, നേരെ പ്ലഗ് കുത്തുക, ആ പോർട്ടോടെ എടുത്ത് കുത്തുക. പിന്നെ നമുക്ക് ഭിത്തിയിലൊക്കെ മൗണ്ട് വാൾ ചെയ്യാനായിട്ട് ജസ്റ്റ് അതിൻ്റെ ആണ് തൂക്കിയിടാനായിട്ട് എന്നാ ഇതിന് പറയുന്നത് ആ സാധനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു പവർ ബട്ടൺ ഉണ്ട്, പിന്നെ ഒരു പ്ലസ് മൈനസോ, അത് വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നത്, പിന്നെ ഒരു USB പോർട്ട് വരുന്നുണ്ട്. ഇതേ ഈ സൈഡിൽ വരുന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ബോട്ടിൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. പിന്നെ അധികം വേറെ ഒന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് താഴെ തന്നെയായിട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. എന്ന് വെച്ചാൽ അത് ഈ നമ്മൾ ഏത് മോഡൽ ഇടുന്നതെന്ന് വെച്ചാൽ ഇപ്പം ബ്ലൂടൂത്ത് ആണെങ്കിൽ ബ്ലൂടൂത്ത്, ഓഡിയോ ആണെങ്കിൽ ഓഡിയോ, USB എന്തുമായാലും അപ്പം അതിൻ്റെ താഴെ ഈ ഓക്സ് കേബിളിൻ്റെ എല്ലാം ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത്. അത് നമ്മൾക്ക് പിന്നെ കാണിച്ചു തരാം, ഓണൊക്കെ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്നതെന്ന് വെച്ചാൽ ബാക്കിലൊരു HDMI പോർട്ട് വരുന്നുണ്ട്, അത് ഞാൻ നല്ലവണ്ണം കാണിച്ചു തരാം. HDMI പോർട്ട്, ഒരു ഒപ്റ്റിക്കൽ പോർട്ടും, പിന്നെ ബാക്കിലാണ് നമ്മൾ ഇതിൻ്റെ ഓക്സ് കേബിളൊക്കെ കുത്തുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് നമ്മുടെ ഇതിന് സബ്ബുണ്ട്, സബ്ബ് കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇതിൽ പഴയൊക്കെ 12 വോൾട്ടിൻ്റെ ചാർജിങ്ങിൻ്റെ പിന്നില്ലേ, അതൊട്ട് ഒരു റൗണ്ട് പിന്നാണ്. പിന്നെ ഇത് കറണ്ട് കൊടുക്കാനായിട്ടുള്ള, അല്ലാതെ നമുക്ക് ഈ സൗണ്ട് ബാർ വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കേബിളും, ഇത് കുത്താനുള്ള കേബിളും ഇതിൻ്റെ ഇതും വരുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് സൈഡിൽ എന്താണെന്ന് ചോദിച്ചാൽ ബോട്ടിൻ്റെ ലോഗോ, പിന്നെ സൈഡിൽ എല്ലാത്തിനും വരുന്ന കൂട്ടല്ല, ബഡ്ജ് ചെയ്തായിരിക്കും എല്ലാ സബ് വൂഫറിൻ്റെ സൈഡ് വശം വരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സബിൻ്റെ കാര്യം. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഓൺ ആക്കി ജസ്റ്റ് വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. അപ്പം ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയേക്കാം. This is Dolby Cinema. It's where the most advanced cinematic technology you've ever experienced begins. This is Dolby Atmos. The number of speakers around you no longer matters, because this is the world's first object-based cinematic audio. With powerful audio that transcends. എൻ്റെ കൈയൊക്കെ കാണാം. റൂമിനകത്ത് വെക്കുന്നതിനേക്കാളും നല്ല വെളി വെക്കുന്നത്.
This is Dolby Cinema. It's where the most advanced cinematic technology you've ever experienced begins. This is Dolby Atmos. The number. Inside my own world of make-believe, kids screaming in the cradles, profanities. I see the world through ice covered in ink and bleach. Cross out the ones who heard my cries and watched me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. അപ്പോൾ നമുക്ക് ഇൻഡോർ ആണെങ്കിൽ ഫുൾ സൗണ്ട് ഇട്ട് നമുക്ക് കേൾപ്പിക്കാനൊന്നും പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അപ്പുറത്ത് വയ്യാത്ത ഒരാളുള്ളത്, അപ്പം നമ്മൾ ഒത്തിരി സൗണ്ട് ഇട്ടാൽ അറിയാമല്ലോ ഇച്ചിരി പ്രശ്നമാണ് പുള്ളിക്ക്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒത്തിരി സൗണ്ട് ഒന്നും ഇടാനൊക്കെ. പിന്നെ നമ്മൾ ഔട്ട്ഡോർ പോയപ്പം തന്നെ നല്ല അടിപൊളി മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം അവിടെ നിന്ന് എന്താ എൻ്റെ സൗണ്ടോ കാര്യങ്ങളും കേൾപ്പിക്കാനൊക്കെ പറ്റില്ല. പിന്നെ സെക്കൻഡ് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ, നമ്മൾ ഇടുന്ന പാട്ടിൻ്റെ ഒരു വട്ടം ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വേറെ നമുക്ക് പല പല ഇടുപ്പ് കിട്ടുന്ന പാട്ട് കേൾപ്പിക്കാനൊക്കെ പറ്റില്ല. അഥവാ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പണി. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ NCSൻ്റെയൊക്കെ സോങ് ഇട്ട് ജസ്റ്റ് നമ്മൾ തൽക്കാലം ഒന്ന് കേൾപ്പിച്ചേ. അപ്പോൾ നമ്മളൊരു ഹോം തിയേറ്റർ മേടിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് തന്നെ ആയിരിക്കും നമ്മുടെ ഈ ബോട്ടിൻ്റെ ഈ സൗണ്ട് ബാർ മേടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ നേരത്തെ ആണെങ്കിൽ ഒരു ഇംപെക്സിൻ്റെ അൺബോക്സിങ് ഉണ്ടായിരുന്നു ഒരു ഹോം തിയേറ്ററിൻ്റെ. ഈ അപ്പോൾ 5.1 ഹോം തിയേറ്റർ ഈ 2.1ൻ്റെ ഈ സൗണ്ട് ബാറും വെച്ച് നോക്കുവാണെങ്കിൽ സൗണ്ട് ബാർ തന്നെയാണ് അടിപൊളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അമ്മാതിരി എടുപ്പെന്ന് വെച്ചാൽ അമ്മാതിരി നല്ല പക്ക എടുപ്പ്. അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഈ വീഡിയോക്കകത്തൊന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പക്ക ഫീൽ കിട്ടത്തില്ല. നമ്മൾ ജസ്റ്റ് കേൾക്കണം. നമുക്ക് നിങ്ങളിത് മേടിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് കടയിലെങ്കിലും ചെന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കണം. കാരണം അതിൻ്റെ ആ സബിൻ്റെ ഇടുപ്പ് നമ്മുടെ നെഞ്ചത്ത് വരും. എന്ന് വെച്ചാൽ കട്ട സാധനം എന്ന് വെച്ചാൽ കട്ട ഒരു രക്ഷയില്ല, പൊളി സാധനം ഇത്. ഇതുപോലെ നമുക്ക് 2 വേരിയൻ്റ് കിട്ടുന്നുണ്ട്. 160 വാട്ട്സിൻ്റെയും ഉണ്ട്, 120 വാട്ട്സിൻ്റെയും വരുന്നുണ്ട്. രണ്ടിനൊപ്പം വിലയുടെയും സ്വല്പം വ്യത്യാസമുണ്ട്. നമ്മുടെ 160 വാട്ട്സിൻ്റെ വരുന്നതെന്ന് വെച്ചാൽ ഒരു 8,900, ഒരു 9 രൂപ അടുത്താണ് അതിന് വരുന്നത്, 9,000 രൂപ. പിന്നെ 120 വാട്ട്സിന് ഒരു 8 രൂപ, ആ റേഞ്ചാണ് വരുന്നത്. പിന്നെ ഫ്ലിപ്കാർട്ട് സൈറ്റ്സിൽ നമുക്ക് കറക്റ്റ് റേറ്റ് പറയാൻ ഒക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 6 രൂപ തൊട്ട് ഈ ഓഫർ പ്രൈസും അല്ലാതെ ഈ ഓരോ സ്പെഷ്യൽ ഡീൽസും അങ്ങനെയൊക്കെ വരുമ്പോൾ പല പല റേറ്റ് കിട്ടും. അത് നിങ്ങളുടെ ഭാഗ്യം കൂട്ടിയിരിക്കും. നോർമലി ഒരു 9,000 വരുന്നതൊക്കെ ഒരു 7 രൂപ, 7.5, 8 രൂപ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് സൈറ്റ്സ് കിട്ടുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു വിട്ട് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് നല്ല പക്ക ഡിസ്കൗണ്ടിലൊക്കെ സാധനം കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ റോഡിൽ വെച്ച് തന്നെ ഈ ജസ്റ്റ് പാട്ടിട്ടപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചേക്കുന്ന ആ സൗണ്ട് ബാർ കിടന്ന് പക്ക വരയില്ല. എന്ന് വെച്ചാൽ അതിലിരിക്കുന്നില്ല. എന്ന് വെച്ചാൽ അത്രത്തോളം ഇടുപ്പുണ്ട്. അത് നമുക്ക് അത് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. അത് നമുക്കത് കേട്ടാലും മനസ്സിലാവത്തില്ല. അത് നമ്മൾ ശരിക്കും ഫീൽ ചെയ്യണം. ഫീൽ ചെയ്താലും ഇതിൻ്റെ ഇടുപ്പ് കിട്ടത്തുള്ളൂ. എന്തായാലും പറയും, നമ്മൾ കാശ് കൊടുത്ത് ഒരു ഹോം തിയേറ്റർ മേടിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സൗണ്ട് ബാർ മേടിക്കുന്നത്. ഇങ്ങനത്തെ എല്ലാ ബോട്ടിൻ്റെ തന്നെ ഈ സൗണ്ട് ബാർ മേടിക്കുന്നത്. കാരണം അതുകൊണ്ട് എനിക്ക് ഇത്രയും നാൾ സൗണ്ട് ബാർ എങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല, കേൾക്കാത്തതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഹോം തിയേറ്റർ തന്നെ മേടിച്ചത്. കാരണം അതേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പം തോന്നുന്നു വലിയ മണ്ടത്തരമായിപ്പോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഹോം തിയേറ്ററൊക്കെ എടുത്ത് എനിക്ക് കാട്ടി കളയാൻ തോന്നുന്നുണ്ട്. കാരണം ആംബേന്ന് വരുന്ന ഒരു പാതി സൗണ്ട്, എന്ന് വെച്ചാൽ ഫുൾ സൗണ്ട് കിട്ടത്തില്ല എങ്കിലും നമുക്കൊരു പാതി ഫീലെങ്കിലും ഇതിൻ്റെയൊക്കെ ഈ സൗണ്ട് ബാറിൽ നിന്ന് കിട്ടും. എന്ന് വെച്ചാൽ അമ്മാതിരി എടുപ്പെന്ന് വെച്ചാൽ അമ്മാതിരി എടുപ്പ്. കറക്റ്റ് ഒരു തിയേറ്റർ ഫീൽ ഫുള്ളും കിട്ടത്തില്ല എങ്കിലും ഒരു പാതി. എങ്ങനെ പോയാലും ഹോം തിയേറ്ററിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും ഈ സൗണ്ട് ബാർ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സൗണ്ട് ബാർ നിങ്ങൾക്ക് മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൗണ്ട് ബാറിൽ തന്നെ ഹൈലൈറ്റ് ആയിട്ട് ഇപ്പം വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ റിമോട്ടിൽ തന്നെയാണ്. കാരണം ഇതിൽ കുറച്ച് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അവർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മ്യൂസിക്, മൂവീസ്, ന്യൂസ്, 3D എന്ന് പറഞ്ഞാൽ അത് അധികം അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. അത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. അപ്പോൾ ഇതിൽ വരുന്ന ഒരു ഫീച്ചറാണെന്ന് തോന്നുന്നു എനിക്കിത്. ഞാൻ അധികം ഒന്നിലും കണ്ടിട്ടില്ല ഇത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സബ് തന്നെയാണ്, ഒരു രക്ഷയില്ല. പക്ക വൂഫർ എന്ന് വെച്ചാൽ പക്ക വൂഫർ ഇടിച്ച് നമ്മുടെ നെഞ്ചത്ത് വരെ ഫീൽ കിട്ടും. അത് നമ്മൾ എത്ര ദൂരെ വെച്ചാലും. പിന്നെ ഈ ഒരു 2.1 വരുന്ന ഫീൽ ഒന്നുമല്ല ഈ സൗണ്ട് ബാറിൽ നിന്ന് വരുന്നത്. അതാണ് ഇതിൻ്റെ പക്ക ഹൈലൈറ്റ്. കാരണം
ഞാനായാലും കൊണ്ടുവന്നപ്പം കരുതി ഫസ്റ്റ് ഇത് 5.1 അങ്ങനെയാണോ ആയിരിക്കുന്നത്. കാരണം ജസ്റ്റ് റൂമിൽ ഒരു ബാർ വെച്ച് കഴിഞ്ഞിട്ട് ആ റൂം ഫുള്ളും കിടന്ന് ഇടുപ്പോട് ഇടുപ്പ് എന്ന് വെച്ചാൽ പക്ക ഇടുപ്പ്, അത്രയും ചെവിയൊക്കെ പൊത്തി വേണം ഇരിക്കുന്നത്. അതുപോലെ ഇടുപ്പ് ഈ 2.1 നിന്ന് കിട്ടുന്ന സൗണ്ടിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ പിന്നെ പറയണ്ട പക്ക. നമ്മൾ 4K മൂവീസൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കാണണം, അപ്പോഴേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും അറിയത്തുള്ളൂ. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കുറ്റം പോലും പറയുന്നില്ല, അത്രയ്ക്കും രീതിയിലുള്ള പക്ക സൗണ്ട് ക്വാളിറ്റി, നല്ല പക്ക ഇടുപ്പ് വൂഫറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഇത് മൊത്തം ഒരു ക്ലാസ് ലുക്ക് എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് കളറിൽ ഒരു ക്ലാസ് പക്ക ലുക്ക്. കാരണം ഇത് അധികം ബട്ടൺസോ സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക ഒരു പെർഫെക്റ്റ് ഒരു ക്ലീൻ ഒരു ലുക്ക്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇത് 2 വേരിയൻസിലാണ് വരുന്നത്, 160 വാട്ട്സിൻ്റെ 120 വാട്ട്സിൻ്റെ. അപ്പം ജസ്റ്റ് ഒരു പ്രൈസിന് ഒരു വ്യത്യാസം വന്നാൽ എന്തായാലും നിങ്ങൾ 120 എടുക്കാൻ പോകണ്ട, 160 എടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു ഹോം തിയേറ്റർ എടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ നമ്മൾ ഈ ബോട്ടിൻ്റെ ഈ സൗണ്ട് ബാർ എടുക്കുന്നതായിരിക്കും. കാരണം അമ്മതിൻ്റെ ഫീൽ എന്ന് വെച്ചാൽ നല്ല പക്ക ഫീലാണ്, നമുക്ക് നല്ല പക്ക തിയേറ്ററിൽ ഇരുന്ന് കിട്ടുന്ന ആ ഒരു ഫീൽ നമുക്ക് ഈ കൊച്ചു സാധനത്തിൽ നിന്ന് കിട്ടും. അത് എൻ്റെ ഹൈലൈറ്റ്. കാരണം ബോട്ടിൻ്റെ ആയതുകൊണ്ട് നല്ല പിന്നെ പറയണ്ടല്ലോ, നല്ല പക്ക സൗണ്ട് ക്വാളിറ്റി, നല്ല പക്ക ഇടുപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിലോ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കിടപ്പുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരും. അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കയറി കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക്. അപ്പോൾ മച്ചന്മാരെ ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓർമ്മ താഴത്തെ മണിയും കൂടെ ഒന്ന് തല്ലി പിടിച്ചിടുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ എന്തിനേലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഇട്ടേക്കാം മേടിക്കാനായിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എന്ന് വെച്ചാൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പോവില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാവുള്ളൂ. അപ്പം നമ്മൾ നെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ കുറേ നാൾ കൊണ്ട് ഇപ്പം പറയുന്നുണ്ട് നമ്മുടെ ആ ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യം, അത് ഇതുവരെയായിട്ടും വീഡിയോ ഇട്ടില്ല, എടുക്കും മുടങ്ങി പോയിരുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച് തന്നെ ഉള്ളതായിരിക്കും. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.